رسل الله وعلى آله الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ KICR കുടുംബത്തിലെ സ്നേഹനിധികളായ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, കുറച്ച് ഇനി എങ്ങനെ ഓളിയം കൂട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. ഇനി ചിലപ്പോൾ ഓളിയം കൂട്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളത് നാശമാവും. ഏതായിരുന്നാലും ഇതുവരെ ഇതൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇതുവരെ നമ്മുടെ സിദ്ദീഖ് അരിമ്പ്ര സാഹിബായിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് വിജ്ഞാനപരമായ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു. നമ്മുടെ നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞ പോലെ എന്റെ മൈക്കിന് തന്നെയാണോ കംപ്ലൈന്റ്? നിങ്ങളോട് എത്ര തവണയായി പറയുന്നു ഇറച്ചിക്കറി? ഓക്കെ. പിന്നെ ഇവിടെ ഇന്ന് കിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. പക്ഷെ സത്യത്തില് ഈ കിസ് പ്രോഗ്രാം ഞാൻ മുൻപും ഇവിടെ അവതരിപ്പിച്ചതാണ്. അപ്പോ വീണ്ടും ഒന്നുകൂടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ മൈക്കിൽ വന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച്, ആ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ്. നിങ്ങൾക്ക് അതല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നവർക്ക് ഇതൊരു പുതിയ ഇൽമു കൂടിയാണ്. അത്രയൊക്കെ വേണം. അൽ-ഇസ്തിഖാമ എന്ന ഏരിയുള്ള മിസ്ആബ് ഉസ്താദ്. പിന്നെ ഇന്ന് നമ്മുടെ ഈ കിസ് പ്രോഗ്രാമിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടനൊക്കെ ഞാനൊന്ന് കൂട്ടിക്കുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇതേ കിസ് പ്രോഗ്രാം തന്നെ ഇന്നലെ കിസ് എന്ന് പറഞ്ഞിട്ട് ഒരാള് PM-ലൂടെ കളിയാക്കി. പിന്നെ ഇതേ കിസ് പ്രോഗ്രാം തന്നെ മുമ്പ് നമ്മളൊരു തവണ ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ട് ഇനി ഇതിൽ ചോദ്യം എന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ നിങ്ങൾ മറുപടി പറയാൻ എന്ന രീതിയിൽ നടത്തുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ഉത്തരം പറയാൻ എളുപ്പമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി തോട്ടക്കാട് ഇന്നലെയും പറഞ്ഞു, കിസ് പ്രോഗ്രാം മോഡൽ ആണെങ്കിൽ ആളുകൾക്ക് ശ്രദ്ധിക്കാനും അതിന്റെ ഗൗരവം മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കാരണമാകും. പ്രസംഗമാകുമ്പോൾ അങ്ങനെ കേട്ടിരിക്കാനല്ലാതെ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു ഇമാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തവണ പോലും വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഖുർആൻ ഖത്തം തീർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞൊരു മഹാൻ? ആരാണ്? ഉത്തരം വന്നു കഴിഞ്ഞു. ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഉത്തരം വരാം. പക്ഷെ ഇതിന് സമ്മാനം ഉണ്ടാവില്ല കേട്ടോ. ഇന്നലത്തെ പോലെ നീ സമ്മാനം ഇന്നലെ ജയഫറില്ലെന്നായി പറയും. എന്റെ പോയിന്റ് തട്ടിയെടുത്തതാണ്. ഞാനെ കേട്ട് കുറെ ആലോചിച്ചു. പിന്നെ മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആണ് അങ്ങനെ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ
ഒരു തവണ പോലും ഞാൻ വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസമാണ് കേട്ടോ, എന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഖത്തം തീർക്കാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മഹാനായ ശാഫിഈ ഇമാം. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് ആഗതമാവും. ശാഫിഈ ഇമാമിന്റെ ഹക്ക് ജാൽ ബർക്കത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്തം തീർക്കാനും അതിന്റെ യഥാർത്ഥ പ്രതിഫലം കിട്ടാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം അത് നിസ്കരിക്കാത്തവർ എന്നിൽപ്പെട്ടവനല്ല, ഫലൈസ മിന്നാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതാണ് ആ നിസ്കാരം? ഒരു നിസ്കാരത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് നിസ്കരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. തഹജ്ജുദ് അല്ല, തഹജ്ജുദ് മാഷാ അല്ലാഹ്. വിത്ർ എന്നല്ല കേട്ടോ, വിത്റാണ്, ദുഹയല്ല, വിത്റാണ്. വിത്ർ നിസ്കാരം, തസ്ബീഹ് നിസ്കാരമല്ല. വിത്ർ നിസ്കാരത്തിനെ പറ്റിയാണ് പറഞ്ഞത്. മാഷാ അല്ലാഹ്. അപ്പോ അന്ന് ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട് എന്നിപ്പോ മനസ്സിലായി. തോട്ടക്കാട്ടിലെ ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യൂതിർ ഫലൈസ മിന്നാ, വിത്ർ നിസ്കരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. ഏതാണ് ആ നിസ്കാരം? ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം. തൗബയല്ല, തൗബ എന്നതല്ല, സലാത്തുൽ ഇസ്തിഗ്ഫാർ അല്ല, തഹജ്ജുദ് അല്ല. ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം. ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം. മാഷാ അല്ലാഹ്. ദൽദൽ ഔവാബി, സ്വലാത്തുൽ അവ്വാബീൻ. എന്നാൽ ഈ സ്വലാത്തുൽ അവ്വാബീന്റെ ടൈം, സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ടൈം എപ്പോഴാണെന്ന് ആർക്കാ പറയാൻ സാധിക്കും? ആ ടൈം ഞാൻ കഴിഞ്ഞതിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാനത് പറഞ്ഞു. മാഷാ അല്ലാഹ്. ദൽദൽ തന്നെ മഗ്രിബിന്റെ ശേഷം അല്ലെ, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് സ്വലാത്തുൽ അവ്വാബീന്റെ സമയം. അത് എത്ര റക്അത്താണ്? ആർക്കാ പറയാൻ സാധിക്കുക? എത്ര റക്അത്താണ് സ്വലാത്തുൽ അവ്വാബീൻ? സ്വലാത്തുൽ അവ്വാബീൻ 12 അല്ല, 7 അല്ല, 6 റക്അത്ത്. മലപ്പുറം കിങ് മാഷാ അല്ലാഹ്. 6 റക്അത്താണ് സ്വലാത്തുൽ അവ്വാബീൻ. മഗ്രിബി നമസ്കാരം കഴിഞ്ഞ് ആ മഗ്രിബി നമസ്കാരത്തിന്റെ സുന്നത്ത് കൂടി കഴിഞ്ഞതിന്റെ ശേഷം നിർവഹിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ആ സ്വലാത്തുൽ അവ്വാബീൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, അതിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. സ്വർഗത്തിൽ കടക്കാനുള്ള 4 മാർഗങ്ങളിൽ 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു അല്ലേ? നിങ്ങൾക്കറിയാലോ അല്ലെ? അഫ്സുസ്സലാമ ബൈനക്കും, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക, സലാം പറയലിനെ വ്യാപകമാക്കുക. അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു മാർഗമാണ്. ഭക്ഷണം ഭക്ഷിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഒരാൾ വയറ് നിറക്കുമ്പോൾ അവന്റെ അയൽവാസി പട്ടിണി കിടക്കവേ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു മാർഗമാണ് ഭക്ഷണം ഭക്ഷിപ്പിക്കുക. എന്നാൽ മൂന്നാമത്തത് സിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. 4 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരു കാര്യം, 4ാമത്തെ കാര്യം, അതൊരു നിസ്കാരമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള 4 മാർഗങ്ങളിൽ 3 മാർഗം ഞാൻ പറഞ്ഞു. 1 സലാം പറയാം, 2 ഭക്ഷണം ഭക്ഷിപ്പിക്കുക, 3 സിലത്തുൽ അർഹാം. അതിൽ 4ാമത്തെ ഒരു കാര്യം പറഞ്ഞത് നിസ്കാരമാണ്. ഏതാണ് നിസ്കാരം?
മാഷാ അല്ലാഹ്. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, അല്ലേ, രാത്രി നിസ്കാരം, എല്ലാവരും ഒരേ ഉത്തരവേ. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. തഹജ്ജുദ് നിസ്കാരത്തിനെ പറ്റി, രാത്രി നിസ്കാരങ്ങളെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്നവന് പ്രത്യേകിച്ച് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്ന അതിനല്ലേ ഈ തഹജ്ജുദ്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും, ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുക സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു മാർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉത്തരടിക്കാൻ കുറെ ആളുകൾ ആമീൻ പറയാനൊക്കെ ഓക്കെ ആമീൻ വരുന്നുള്ളൂ അല്ലേ. ഇനി ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞാൻ ഒരുപാട് ദുആകൾ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല നബിയെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത മറുപടി നമ്മളിലൊക്കെ പലർക്കും അനുഭവം ഉണ്ടാവില്ലേ? അതിന്റെ ഉത്തരം കേൾക്കാൻ ആഗ്രഹമില്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. എന്താണ് അതിനുള്ളൊരു മാർഗം? അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞു കൊടുത്തത്, ഒന്ന്, അർദ്ധരാത്രി നിസ്കരിക്കും. രണ്ട് കാര്യമാണ്, രണ്ട് സമയത്ത് നിസ്കരിക്കല്ല, രണ്ട് സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ രണ്ട് സമയത്ത് നീ അള്ളാഹുവിനോട് ദുആ ചെയ്തോ, എന്നാൽ അള്ളാഹു നിനക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. അതിൽ ഒരു സമയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത സമയം ഒന്ന് അർദ്ധരാത്രിയിൽ ദുആ ചെയ്യാനാണ്. നമ്മളെ KCRന്റെ സദാസമയവും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഹദ്ദാദ് റാത്തീബ്, ആ ഹദ്ദാദ് റാത്തീബിന്റെ ശേഷമുള്ള ദുആ എന്തൊരു വളരെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സമയത്തും വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഇബാദത്തിന്റെ ശേഷം കൂടിയുള്ള ദുആ ആണ്. ഇജാബത്ത് തീർത്തും ലഭ്യമാകുന്ന ഒരു ദുആ കൂടിയാണ് നമ്മുടെ SKICR നടത്താറുള്ള ഹദ്ദാദ് റാത്തീബിന്റെ ദുആ. കാരണം അത് രാത്രി അർദ്ധരാത്രിയിലാണ് നമ്മൾ നടത്താറുള്ളത്. രാത്രി 1 മണി, ചിലപ്പോൾ 12 മണിക്ക് ശേഷം, അല്ലേ? അങ്ങനെ. എന്നാൽ ഒരു കാര്യം, ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ രണ്ട് സമയത്ത് ദുആ ചെയ്യാൻ പറഞ്ഞ, ഒന്ന് രാത്രി, രണ്ടാമത്തത് പറഞ്ഞത് ചില നിസ്കാരങ്ങൾക്ക് ശേഷമാണ്. ഏതാണ് ആ നിസ്കാരങ്ങൾ? ഏത് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞത് എന്നാണ് കേൾക്കുന്നത്. ഓക്കെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, അല്ലേ? ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, അഞ്ച് വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നീ ദുആ ചെയ്താൽ അല്ലാഹു ദുആഇനെ തട്ടിമാറ്റുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദുആഇനെ തട്ടിമാറ്റുകയില്ല എന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി. ഇനി ഒരാൾ, ഇത് കഴിഞ്ഞ ക്വിസ് പ്രോഗ്രാമിൽ ഞാൻ ചോദിച്ചിട്ടില്ല, ഒരാൾ ഒരു ഫർള് നിസ്കാരം നിസ്കരിച്ചു. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള 4 റക്അത്ത്, ആ ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഒരു 4 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ ലൈലത്തുൽ ഖദ്ർ അവനിൽ സംഭവിച്ചതുപോലെയാണ്. ലൈലത്തുൽ ഖദ്റിന്റെ ആ കറക്റ്റ് സമയത്ത് അവൻ 4 റക്അത്ത് നിസ്കരിച്ചവനെ പോലെയാണെന്ന് ശഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നിസ്കാരത്തിന്റെ ശേഷമായിരിക്കും അത്? ഏത് നിസ്കാരത്തിന്റെ ശേഷമായിരിക്കുന്നത്? മഗ്രിബ് ളുഹ്ർ അല്ല. മഗ്രിബ് ളുഹ്ർ അല്ല എന്ന് പറഞ്ഞാൽ അടുത്ത 3 വക്തായിരിക്കും, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഷാ അല്ലാഹ്, സിദ്റത്തുൽ മുൻതഹ എന്നല്ലോ ഇന്നലെ ക്വിസ് പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇട്ട്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമതുബയിലില്ലായിരുന്നു, സിദ്റത്തുൽ മുൻതഹ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് അൽ അസ്ഹർ ഗോൾഡ് സ്റ്റോർ, അല്ലേ? സിദ്റത്തുൽ മുൻതഹ അല്ല, അല്ലേ? ഓക്കെ, എന്റെ അടുത്ത് വരച്ചാണ്. അപ്പോ സിദ്റത്തുൽ മുൻതഹ പറഞ്ഞു ഇശാഇന്റെ ശേഷം നിസ്കരിച്ചാൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ അവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ അവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്.
അല്ലാഹു നമുക്ക് ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിക്കാനുള്ള സൗഭാഗ്യവും നൽകട്ടെ. ഇനി അർദ്ധരാത്രിയിൽ നിന്ന് നിസ്കരിച്ചവന്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു അർദ്ധരാത്രിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ആ അർദ്ധരാത്രിയിൽ നിസ്കരിച്ചവന്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന വേറൊരു നിസ്കാരമുണ്ട്. ഏതാണ് നിസ്കാരം? ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അതെന്താണ് വേറെ. പക്ഷെ അതല്ല, അതേ പ്രതിഫലം കിട്ടുന്ന നിസ്കാരം. ഒരു ക്ലൂതരം, ഇത് സുന്നത്ത് നിസ്കാരമല്ല. എന്നാ പിന്നെ വിത്ർ ളുഹറിന്റെ മുമ്പ് ശേഷം ഒന്നും അടിക്കാൻ നിൽക്കൂലല്ലോ. എന്താണ് ചോദ്യം? അർദ്ധരാത്രിയിൽ നിസ്കരിച്ചവന്റെ അതേ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്കാരം. ഞാൻ പറയട്ടെ, മയ്യത്ത് നിസ്കാരമല്ല. ഞാൻ പറയാണ്, പറഞ്ഞോട്ടെ. അതെ, ഇശാ ജമാഅത്തായിട്ട് ആരാണത്? ഫൈസൽ മണ്ണാർക്കാട്, MKD എന്ന മണ്ണാർക്കാട് നിൽക്കില്ലേ? ഇശാ നമസ്കാരമാണ്. ഇശാ നമസ്കാരത്തിന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അർദ്ധരാത്രിയിൽ എണീറ്റ് നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അർദ്ധരാത്രിയിൽ എണീറ്റ് നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അർദ്ധരാത്രി മുഴുവൻ രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കരിച്ചവരെ പോലെയാണ് ഒരാൾ. ഏത് നിസ്കാരക്കാരനെ പറ്റിയാണ് ആ പറഞ്ഞത്? ഏത് നിസ്കാരക്കാരനെ പറ്റിയാണ് പറഞ്ഞത്? അർദ്ധരാത്രിയിൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെ. ഇശാന്റെ ശേഷം 2 റക്അത്തല്ല, രാത്രി മുഴുവൻ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിന്ന് നിസ്കരിച്ച ക്ലൂ. ഡോക്ടറിന് ക്ലൂ ആണോ? ഓക്കെ, സുന്നത്തല്ല, സുന്നത്ത് നിസ്കാരമല്ല. ക്ലൂ ആയിക്കോട്ടെ. മാഷാ അല്ലാഹ്, ഫൈസൽ MKD തന്നെ കൊടുത്തു. സുബ്ഹി നമസ്കാരം ജമാഅത്തായിട്ട് ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ രാത്രി മുഴുവൻ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു നൽകപ്പെടുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഒരു കാര്യം, 2 നിസ്കാരങ്ങളെ പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. 2 നിസ്കാരങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അക്തറ സ്വലാത്തിൻ അലൽ മുനാഫിഖീന. മുനാഫിഖീങ്ങളായ ആളുകൾക്ക് വളരെ വളരെ സഖീലായിട്ട് ഭാരമായിട്ട് തോന്നുന്ന 2 നിസ്കാരമുണ്ട്. ആ 2 നിസ്കാരം ഏതെല്ലാമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഏത് നിസ്കാരമാണ്? സുബ്ഹി അസർ അല്ല. സുബ്ഹിയും അസറും അല്ല. അസറാന്റെ ഇശാഅല്ല. മാഷാ അല്ലാഹ്, ഉത്തരം വന്നിട്ടുണ്ട്. ആദ്യമായി ഉത്തരം വന്നത് ഇശാ സുബ്ഹി എന്നെഴുതിയ ഫസൽ ഫസുവാണ്. അതിനുശേഷം അബ്ദുള്ള സാഹിബ് കൊടുത്തിട്ടുണ്ട്. സുബ്ഹി ഇശാ തുൽഫിൽ കൊടുത്തിട്ടുണ്ട്. സുബ്ഹി മഗ്രിബല്ല, ളുഹർ ആൻഡ് അസറുമല്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ ഈ ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്ന അക്തല സ്വലാത്തിൻ അലൽ മുനാഫിഖീന. മുനാഫിഖീങ്ങളുടെ മേലിൽ വളരെ വളരെ ഭാരമായിട്ട് തോന്നുന്ന നിസ്കാരം, നിശ്ചയമായിട്ടും അങ്ങനെ ഒരു നിസ്കാരം വേദനയാണ്. സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്ർ. സുബ്ഹി നിസ്കാരവും ഇശാ നിസ്കാരവുമാണ്. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് സലാത്തൊക്കെ ചെല്ലണം.
വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വൻ എന്ന് പറഞ്ഞിട്ട് പറയണേ സിഹ്ഫൻ എന്നുകൂടി പറയാം. എന്തൊരു ഗൗരവമുള്ള വാക്കെന്നത് അല്ലാഹു റസൂൽ പറഞ്ഞത്. ശ്രദ്ധിക്കണം, ഈ ഇശാ നിസ്കാരം എന്നുള്ളത് നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അതല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കാരവുമില്ല എന്നുള്ള ചിന്ത ഉള്ളവർക്കുണ്ട് അല്ലേ? എന്നാൽ ഈ ഇശാ നിസ്കാരം 4 റക്അത്താണ്. ആ 4 റക്അത്ത് നിസ്കരിക്കാൻ വളരെ മടി കാണിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലുള്ള സഹോദരിമാരും അവർക്ക് ഭക്ഷണം കഴിക്കണം, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതേപോലെ അത് കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകണം. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇനി സീരിയലൊക്കെ കാണുന്ന പെണ്ണുങ്ങളാണ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പെണ്ണുങ്ങളാണ് സീരിയൽ കാണുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ പാത്രം മോറലുണ്ടാവില്ല, ചോറ് കഴിക്കലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോ ശ്രദ്ധിക്കണം, അങ്ങനെ സീരിയലൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ദുനിയാവിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന പെണ്ണുങ്ങൾ, അത് ആണുങ്ങളിലും അങ്ങനെയുള്ള ഒരു സീരിയലൊക്കെ കണ്ട് കരയുന്ന ആളുകൾ അടക്കണ്ട്. അപ്പോ അത്തരം ആളുകൾക്കൊക്കെ ഇശാഇനെ വളരെ നിസാരമായിട്ട് കാണാം. അതേപോലെ സുബ്ഹി നിസ്കാരം എന്നുള്ളത് ചില നാടുകളിലൊക്കെ വളരെ തണുപ്പുള്ള സമയം, നമ്മുടെ നാടുകളിലൊക്കെ മഴയുള്ള സമയത്തൊക്കെ ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് ഒളു എടുത്ത് നിസ്കരിക്കണമെങ്കിലൊക്കെ വളരെ പ്രയാസം അല്ലേ? അങ്ങനെ അത്തരം അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത്തരം അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇശാഇനോട് വല്ലാത്ത, അതുപോലെ സുബ്ഹിയോട് വല്ലാത്ത മടിപ്പ് തോന്നാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലൗ യഅലമൂന മാ ഫീഹിമാ, ഈ 2 നിസ്കാരങ്ങൾ കൊണ്ട് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചെങ്ങാനും ഈ മുനാഫിഖീങ്ങളായ ഈ നിസ്കാരം ഉപേക്ഷിക്കുന്നവര്, ഈ ഇശാഇനെയും സുബ്ഹിയെയും നിസാരവൽക്കരിക്കുന്നവര്, വളരെ നിസാരമായിക്കൊണ്ട് അതിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാതെ അതിനെ വളരെ നിസാരമാക്കി തള്ളുന്നവരെങ്ങാനും ഇതിന്റെ പ്രതിഫലത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ലഅതൗഹുമാ, അവരതിനെ ആ 2 നിസ്കാരത്തിനെയും കൊണ്ടുവരും. വലൗ ഹബ്വൻ, ഹബുവൻ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികള്, എണീറ്റ് നടക്കാൻ കഴിയാത്ത കുട്ടികള് കയ്യും കാലും കുത്തിട്ട് മുട്ടുകുത്തി നടക്കുന്നത് അല്ലെ? മുട്ടുകുത്തി നടക്കുന്നവനാണെങ്കിലും ശരി, സിഹ്ഫൻ പാമ്പ് ഇറങ്ങുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങിയിട്ടാണെങ്കിലും ശരി, അവൻ ആ സുബ്ഹിയും ഇശാവും നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? എത്ര അസുഖമാണെങ്കിലും എത്ര മടിയനാണെങ്കിലും ഈ 2 നിസ്കാരങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അതിനെ ഒഴിവാക്കില്ല. മനസ്സിലായല്ലോ? ഇനി വേറെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 12 റക്അത്ത് നിസ്കാരത്തിൽ നിലനിർത്തിയാൽ അവന് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? എല്ലാ ദിവസവും ഒരു 12 റക്അത്ത് നിസ്കാരം. ആ 12 റക്അത്ത് നിസ്കാരത്തെ ആരെങ്കിലും നിലനിർത്തിയാൽ അവനിക്ക് അല്ലാഹു നാളെ ഒരു വീട്, സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഉത്തരം വന്നു. റവാത്തിബ് നിസ്കാരം. റവാത്തിബ് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. 12 റക്അത്ത് നിസ്കാരം റവാത്തിബിനെ പറ്റിയാണ്. ഏതാണ് 12 റക്അത്ത് നിസ്കാരം ഹദീസിൽ വന്നത്? 12 റക്അത്തിനെ കുറിച്ച് പറഞ്ഞത് ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബ്ഹിന്റെ മുമ്പ് 2. ഈ 12 റക്അത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത്. പിന്നെ അത് ഇത് മാത്രമേ ഹദീസിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളതിനൊന്നും പ്രതിഫലമില്ല എന്ന് മനസ്സിലാക്കരുത്. അതിനൊക്കെ പ്രതിഫലമുണ്ട്, അതിനൊക്കെ വേറെ വേറെ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ക്വിസ് പ്രോഗ്രാം മോഡൽ തന്നെ ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ്, സൗദി രാജാവിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖാദിമുൽ ഹറമൈൻ അല്ലേ? ഖാദിമുൽ ഹറമൈൻ അങ്ങനെ തന്നെയല്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ? ഖാദിമുൽ ഹറമൈനി എന്ന പേരിലാണ് സൗദി രാജാവിനെ അറിയപ്പെടുന്നത്. എന്നാൽ ഖാദിമുല്ലാഹ് എന്ന്, അള്ളാഹുവിന്റെ ഖാദിമാണ് എന്ന്, അള്ളാഹുവിന്റെ ഖാദിമാണ് എന്ന് അറിയപ്പെടുന്നവർ ആരാണ്? മലക്കുകൾ ആകാശത്ത് നിന്ന് ഖാദിമുള്ളയാണെന്ന് പറയുന്ന ആളുകൾ ആരാണ്? സൗണ്ട് ക്ലിയർ ഇല്ലേ? സൗണ്ട് ക്ലിയർ ഇല്ലേ?
ഖാദിമുള്ള എന്ന് പറയുന്നവർ ആരാണ്? പള്ളി പരിപാലകർ അല്ല. ഖാദിമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് മലക്കുകൾ പേരിട്ട് വിളിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്വിസ് പ്രോഗ്രാമിൽ പറഞ്ഞതാണെന്നൊക്കെ. കഴിഞ്ഞ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ആരുമില്ലെങ്കിൽ എന്താണ് ഉത്തരം വരാത്തത്? ഓക്കെ, ഞാൻ തന്നെ പറയാണ്. ഓക്കെ. നിസ്കാരക്കാരെ കുറിച്ചാണ്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് ആകാശത്തെ മലക്കുകൾ ഖാദിമുള്ള എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നവരെ കുറിച്ച്. അള്ളാഹു അത്തരക്കാരെ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി ഒലൂഹ് എടുത്തതിന്റെ കാരണത്താൽ അവന്റെ കൈകളും മുഖവും വെളുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തെ കിറാം ചോദിച്ചു, നബിയെ, അങ്ങയുടെ ഉമ്മത്തികളെ എങ്ങനെയാണ് നാളെ മഹ്ശറിൽ വന്നാൽ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അവര് ഉർറമുഅജ്ജലിൻ മിൻ ആദാരിലോ, അവർ ഉലൂഹ് എടുത്തതിന്റെ കാരണത്താൽ അവരുടെ കൈകളും മുഖവും വെളുത്തവരായിട്ടാണ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അങ്ങനെയാണ് ഞാൻ അവരെ തിരിച്ചറിയുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എന്റെ ചോദ്യം, ഇതേപോലെ മുഖത്തൊരു പ്രത്യേക പ്രഭയുണ്ട് എന്ന് പറഞ്ഞ രണ്ടാമത്തൊരു വിഭാഗം, മുഖം മാത്രം പ്രകാശിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ പ്രത്യക്ഷപ്പെടുന്ന, മുഖം പ്രകാശിക്കുന്നവരായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നവർ ആരാണ്? ബാങ്ക് കൊടുക്കുന്നവരല്ല, അവർ അല്ല. തഹജ്ജുദ് നിസ്കരിക്കുന്നവരല്ല, തഹജ്ജുദല്ല. ഉദൂ ഉണ്ടാക്കുന്നവരാണ് ഞാൻ പറഞ്ഞത്. കൈകളും മുഖവും വെളുത്തവരായിട്ട് നാളെ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. എന്നാൽ മുഖം വെളുത്തവർ, മുഖം പ്രകാശിക്കുന്നവരായിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണ്? ളുഹാ നിസ്കരിക്കുന്നവരല്ല. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ. സീമാഹും ഫീ വജൂഹിഹിം മിൻ അഥരി സുജൂദ്, മുഖത്ത് അവർ വല്ലാത്ത ഒരു പ്രത്യേക പ്രഭയുമായിട്ടാണ് നാളെ മഹ്ശറയിലെ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് അഥരി സുജൂദ്, സുജൂദ് ചെയ്തവരെ കുറിച്ചാണ് അത് പറഞ്ഞത്. സുജൂദ് ചെയ്യുന്നവരെ കുറിച്ച്, സുജൂദ് അധികരിപ്പിക്കുന്നവർ. ഓക്കെ. ഇനി ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ നമുക്ക് ഖൈർ കിട്ടാൻ നമുക്ക് ആഗ്രഹമല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഖൈർ തുറന്നു തരണേ, ഖൈർ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്ന ഒരു വിഭാഗം, അതൊരു നിസ്കാരമാണ്. ആ നിസ്കരിച്ച ആ വിഭാഗത്തിനാണ് അത് അല്ലാഹു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഖൈർ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ ബർക്കത്തുണ്ടാകുക, വീടുകളിൽ ബർക്കത്തുണ്ടാകുക, സമ്പാദ്യങ്ങളിൽ ബർക്കത്തുണ്ടാകുക, ഇൽമിൽ ബർക്കത്തുണ്ടാകുക, അങ്ങനെയല്ലേ ഖൈർ. അപ്പൊ അങ്ങനെ ഒരു ഖൈർ കൂടി കിട്ടാനുള്ള ഒരു അമലാണ്. ഏതാണ് ആ അമല് എന്നാണ് എന്റെ ചോദ്യം. ദുഹാ നിസ്കാരമല്ല. ദുഹാ നിസ്കാരമല്ല. ഉത്തരം വരട്ടെ, എല്ലാവരും നിർത്തണം. ആരുമില്ലേ? ശരി, ഉത്തരങ്ങൾ ഉണ്ടല്ലേ? ഓക്കെ. തഹജ്ജുദല്ല. തഹജ്ജുദ് നിസ്കരിച്ചവരെ കുറിച്ചല്ല പറഞ്ഞത്. ദുനിയാവിലും ആഖിറത്തിലും ഖൈറിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. ഞാൻ പറയാം, ആ നിസ്കാരം അത് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്.
ആ 2 റക്അത്ത് നിസ്കരിച്ചവർക്ക് ദുനിയാവിലും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുന്നു, ആഖിറത്തിൽ ഖൈർ പ്രദാനം ചെയ്യാൻ പറഞ്ഞ സ്വർഗപ്രവേശനം തന്നെ. അതിനേക്കാൾ വലിയൊരു ഖൈർ എന്താണ് ആഖിറത്തിലുള്ളത്? ദുനിയാവിലെ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷയത്തിലും ബർക്കത്ത് ഉണ്ടാകും. അപ്പൊ അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഖൈർ നൽകും. ആ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇനി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലേക്ക് വെള്ളം കുടഞ്ഞ് നരകത്തിന്റെ തീയിനെ കെടുത്തിക്കളയുന്ന ഒരു നിസ്കാരം. അബിരിദു എന്ന് പറഞ്ഞു, അതായത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് വെള്ളം കുടഞ്ഞുകൊണ്ട് നരകത്തിന്റെ തീയിന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ ഒരു നിസ്കാരമുണ്ട്. അതൊരു നിസ്കരിച്ച ഒരാള്, ആ നിസ്കാരം നിസ്കരിച്ചവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പ്രതിഫലമാണത്. എന്ന് വെച്ചാൽ അവനെ നരകം സ്പർശിക്കുക പോലുമില്ല എന്നർത്ഥം. ഏതാണ് ആ നിസ്കാരം? ഏതാണ് ആ നിസ്കാരം? ഉത്തരം വരട്ടെ. ഏതാണ് ആ നിസ്കാരം? മാഷാ അല്ലാഹ്, ദുൽബിൽ എന്നായിരുന്നു സഹോദരൻ അടിച്ചു കഴിഞ്ഞു. ദുഹറിന്റെ മുമ്പ് എന്നാണ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പക്ഷെ ദുഹറിന്റെ മുമ്പും പിമ്പുമുള്ള 4 റക്അത്ത് നിസ്കാരം എന്നാണ് ഹദീസിലുള്ളത്. അബ്രിദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകത്തിനെ തണുപ്പിക്കുകയും, എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു നരകത്തിലേക്ക് വെള്ളം കുടയിൽ കൂടിയാണ് ഒരു നിസ്കാരം. ആ നിസ്കാരത്തിനെ കുറിച്ചാണ് അല്ലാഹു റസൂൽ പറഞ്ഞത് ദുഹറിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഇനി രാത്രി നമ്മൾ നിസ്കരിക്കാറുണ്ട് തഹജ്ജുദ്, അല്ലേ? രാത്രിയുള്ള നിസ്കാരത്തിന് എന്താ പേര് പറയാ? തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരം പകലിലെ തഹജ്ജുദാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഒരു നിസ്കാരം. പകലിലെ തഹജ്ജുദാണെന്ന് വിശേഷിപ്പിച്ച ഒരു നിസ്കാരം. ഏതാണ് ആ നിസ്കാരം? ളുഹ അല്ല, ളുഹർ അല്ല, ളുഹർ അല്ല. പകലിലെ തഹജ്ജുദാണെന്ന് വിശേഷിപ്പിച്ച നിസ്കാരം ഏത്? അസറല്ല, ശുറൂഖ് അല്ല, അസറിന് മുമ്പുള്ളതല്ല, അസറിന് മുമ്പുള്ളതല്ല. ളുഹറിന്റെ സുന്നത്ത്, ളുഹറിന്റെ സുന്നത്ത് നിസ്കാരമാണ്. മാഷാ അല്ലാഹ്, ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാട്ടോ അങ്ങനെ പറഞ്ഞത്. ളുഹറിന്റെ സുന്നത്ത് പറഞ്ഞാൽ മുമ്പും ശേഷമൊക്കെ ആയിക്കൂടെ. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത് പകലിലെ തഹജ്ജുദാണ് എന്ന് വിശേഷിപ്പിച്ചത്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി ജമാഅത്തായി നിസ്കരിച്ചാൽ നമുക്ക് എത്ര ഇരട്ടി പ്രതിഫലം കിട്ടും? ഒന്ന് ടെക്സ്റ്റ് അടിച്ചാട്ടെ. ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന്, ഒരു ളുഹർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ എത്ര ഇരട്ടി പ്രതിഫലം കിട്ടും? 27 ഇരട്ടി പ്രതിഫലമാണ് ഒരു ജമാഅത്തിന് ഉള്ളത്. ഒരു ജമാഅത്ത് നിസ്കാരത്തിനുള്ളത് 27 ഇരട്ടി. ഒരു ളുഹർ നിസ്കരിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം, ഒരു ളുഹർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ളുഹർ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഇനി എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, എന്നാൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാതെ തന്നെ അതേ പ്രതിഫലം 27, ഒരു റക്അത്തിന് 27 റക്അത്ത് കിട്ടുന്ന ഒരു നിസ്കാരമുണ്ട്. ഏതാണ് ആ നിസ്കാരം? ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ അതേ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരം. ഏതാണ് നിസ്കാരം? തസ്ബീഹ് നിസ്കാരമല്ല, മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കാരമല്ല. തസ്ബീഹ് അല്ല. ഓക്കെ, അത് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ച് തന്നെയാണ് അതും പറഞ്ഞത്. ജമാഅത്തായി നിസ്കരിക്കുന്ന അതേ പ്രതിഫലം ലഭ്യമാകുന്ന നിസ്കാരം അത് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ച് തന്നെയാണ്.
ഹുരിമ അലന്നാർ, നരകത്തിന് അവന്റെ മേലിൽ ഹറാമാക്കിയിട്ടുണ്ട് എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചൊരു നിസ്കാരം. ഏത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഹുരിമ അലന്നാർ, അവന്റെ മേലിൽ നരകം ഹറാമാണ് എന്ന് പറഞ്ഞ നിസ്കാരം ഏത്? ഹുരിമ അലന്നാർ എന്ന് പറഞ്ഞ നിസ്കാരം, അതെ, ളുഹറിന്റെ മുമ്പും ശേഷവുമുള്ള നിസ്കാരം. ളുഹറിന്റെ മുമ്പും ശേഷവുമുള്ള നിസ്കാരത്തെ കുറിച്ചാണ് അവന് നരകം ഹറാമാണ് അവന്റെ മേലെന്ന് പറഞ്ഞത്. എന്നാൽ ഹുരിമല്ലാഹു ബദനഹു അലന്നാർ, അങ്ങനെ വേറൊരു ഹദീസിൽ കാണുന്നുണ്ട്. അതേതാ നിസ്കാരം? ഹുരിമല്ലാഹു ബദനഹു അലന്നാർ, അവന്റെ ശരീരം നരകം സ്പർശിക്കുക പോലുമില്ല എന്ന് പറഞ്ഞ നിസ്കാരം ഏതാണ്? ഏതാണ് നിസ്കാരം? അല്ല, ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരത്തിനെ കുറിച്ചല്ല. ഹുരിമല്ലാഹു ബദനഹു അലന്നാർ. ഓക്കെ, അത് അസറിന്റെ തഹജ്ജുദല്ല, അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ പറയുന്നു ലം തമസ്സഹു നാർ, നരകം അവനെ സ്പർശിക്കുകയില്ല എന്ന് വേറെ ഹദീസിൽ കാണുന്നുണ്ട്. അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചാൽ. ഇനി ഒരു നിസ്കാരം, അത് നിസ്കരിച്ചവന്റെ ശരീരത്തിൽ ദോഷങ്ങൾ ബാക്കിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതാണ് ആ നിസ്കാരം? ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഒരൽപ്പം പോലും ദോഷമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ നിസ്കാരം ളുഹാ നിസ്കാരമല്ല. അതല്ല, ളുഹാ നിസ്കാരത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. വിത്രുമല്ല, ഞാൻ പറയാം. അതാണ് ആ നിസ്കാരത്തിനെ കുറിച്ചാണ്, വുളൂഇന്റെ ശേഷമുള്ള നിസ്കാരമല്ല. ആ നിസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 6 റക്അത്തുള്ള നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. ഏതാണ് 6 റക്അത്തുള്ള നിസ്കാരം? അയ്യോ മാഷാ അല്ലാഹ്, അവ്വാബി, സ്വലാത്തുൽ അവ്വാബി. മഗ്രിബിന്റെ ശേഷം, സുന്നത്ത് നമസ്കാരത്തിന്റെ ശേഷം, മഗ്രിബിന്റെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം 6 റക്അത്ത് നിസ്കരിച്ചാൽ അവ്വാബി, സൂറത്തുൽ അവ്വാബി, സ്വലാത്തുൽ അവ്വാബി എന്നാണ് അതിന്റെ പേര്. അത് നിസ്കരിക്കുന്നവന്റെ ശരീരത്തിൽ ദോഷങ്ങൾ അവശേഷിക്കുകയില്ലെന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഗുഫിറത് ലഹു ദുനൂബുഹു വഇൻ കാനത മിസ്ല സബദിൽ ബഹരി, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതും ഈ സ്വലാത്തുൽ അവ്വാബിനെ കുറിച്ച് തന്നെയാണ്. എന്താണത്? അത് നമ്മുടെ സമുദ്രത്തിലെ വരുന്ന തിരമാലകളുണ്ടല്ലോ, അതിൽ വരുന്ന നൊരകളോളം വരുന്ന ദോഷങ്ങളാണെങ്കിൽ പോലും അതിനെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നുണ്ട് ഒരു സ്വലാത്തുൽ അവ്വാബി നിസ്കരിച്ചവർക്ക് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വേറൊരു ചോദ്യം, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നൽകപ്പെടുന്നു. ഏതാണ് നിസ്കാരം? ഒരു റക്അത്ത് നിസ്കാരത്തിന് 1000 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം നൽകപ്പെടുന്നത് ഏത് നിസ്കാരമാണ്? മാഷാ അല്ലാഹ്, മസ്ജിദുൽ ഹറമിൽ വെച്ച് നിസ്കരിച്ചാൽ, മസ്ജിദുൽ ഹറമിലെ ഒരു റക്അത്ത് നിസ്കാരത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുണ്ട് മദീന പള്ളിയിലും. എന്നാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിച്ച പ്രതിഫലം ലഭ്യമാകുന്ന ഒരു നിസ്കാരം, അത് എവിടെ വെച്ച് നിസ്കരിച്ചാലാണ്? മാഷാ അല്ലാഹ്, ഓക്കെ. മസ്ജിദുൽ ഖുബ, അല്ലാഹുവിന്റെ റസൂല്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം, ആ സ്ഥലത്ത് വെച്ച അബ്ദുള്ള ഹാജി തോട്ടക്കാടിലെ ആ സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതായിരുന്നാലും ആ മസ്ജിദുൽ ഖുബ, ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നമുക്ക് നിർവഹിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഒരുപാട് ഫർളുകളൊക്കെ കളാണ്ട് എവിടുക്കാൻ ഈ സുന്നത്ത് നിസ്കരിക്കുന്നത്, ഫർളന്നെ നേരത്തിന് നിസ്കരിക്കാൻ വയ്യ എന്നൊക്കെ ആരുടെങ്കിലൊക്കെ മനസ്സിലുണ്ടാവും അല്ലേ? എന്നാൽ അവർ ചെയ്യേണ്ടത് ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ പകരം ഫർള് നിസ്കാരം നമുക്ക് ഖളാ ഉണ്ടായിരിക്കെ എങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കും എന്ന ചിന്ത ആരുടെങ്കിലൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അവരിവിടെ ചെയ്യേണ്ടത് സുന്നത്ത് നിസ്കാരത്തിന് പകരം ഫർളിനെ ഖളാ കിട്ടുകയാണ് വേണ്ടത്. ഫർള് നിസ്കാരങ്ങൾ എത്രയാണ് ഖളാ ആവുന്നത് എന്ന് നമുക്കൊരു മാക്സിമം, അതായത് ഒരു ധാരണ വെച്ചുകൊണ്ട്, ഒരു സുമാറ് കണക്ക് വെച്ചുകൊണ്ട് ആ ഫർള് നിസ്കാരങ്ങളെ ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതല്ലാത്തവർ സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കാൻ ഇപ്പോ ഖളാ വീട്ടുന്ന കാര്യം പറയുമ്പോഴും തന്നെ, സുന്നത്ത് നിസ്കരിക്കുന്ന കാര്യം പറയുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. കാരണം എന്താ, ഇത് കുറെ മുമ്പ് ഖളാ ആയി പോയതാണ്. ഇപ്പൊ നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഒരു മടി വരികയാണ്. അതിനുള്ള മാർഗം ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചു. നമ്മൾ ളുഹ്ർ നിസ്കരിക്കാണ്. ആ ളുഹ്ർ നിസ്കാരത്തിന്റെ മുമ്പുള്ള നിസ്കാരം നമുക്ക് നിസ്കരിക്കണമെന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് തോന്നുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള നിയ്യത്ത് വെക്കുക. വുളൂഹ് എടുക്കുന്നത് ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനും കൂടിയാണ് എന്ന് മനസ്സിലാണ് നിയ്യത്ത് വെച്ചാൽ, നമ്മൾ വുളൂഹ് എടുത്ത് ആദ്യമായിക്കൊണ്ട് മുസല്ലയിലേക്ക് നിന്നാൽ നമുക്ക് ആ ളുഹ്ർ നിസ്കരിക്കാൻ, ളുഹ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ തന്നെ മനസ്സിലേക്ക് തോന്നും, അതിനുള്ള ആഗ്രഹം വരും. ഇനി ളുഹ്റിന്റെ ശേഷമുള്ള നിസ്കാരം, അതേപോലെ മറ്റ് ഏത് നിസ്കാരങ്ങളാവട്ടെ, ഇശാഇന്റെ മഗ്രിബിന്റെ ഒക്കെ ശേഷമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ താല്പര്യം നമുക്ക് വരണമെങ്കിൽ നമ്മൾ അതിനായിട്ട് നിയ്യത്ത് വെക്കണം. എന്ന് വെച്ചാൽ ഈ ഇശാ കഴിഞ്ഞാൽ എനിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വേണം വേറെ എവിടേക്കെങ്കിലും പോവാൻ, അതല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വേണം ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കാൻ എന്ന നിയ്യത്തോടു കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അത് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും. എത്ര ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല, എത്ര ഉഷാറുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് ആ ഇരുന്നോടെ നിന്ന് സുന്നത്ത് നിസ്കാരത്തിലേക്ക് എണീക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നേരെ മറിച്ച് ഈ മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം എനിക്ക് ഈ ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് കൂടി നിർവഹിക്കണം എന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ഒരു നിയ്യത്തോടു കൂടെയാണ് നമ്മൾ ഫർള് നിസ്കരിക്കുന്നതെങ്കിൽ ആ ഫർളിന്റെ ശേഷം നിർബന്ധമാണ്, നമുക്ക് നിർബന്ധമായിട്ടും വളരെ താല്പര്യത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ നമുക്ക് സുന്നത്ത് നിസ്കാരത്തിലേക്ക് എണീക്കാൻ സാധിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മരുന്നൊന്ന് നോക്കി വെക്കുന്നത്, അത് ഞാൻ ചില ആളുകൾക്കൊക്കെ പറഞ്ഞിട്ട് അനുഭവമുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതിന് വേണ്ടി നിയ്യത്ത് വെച്ച് നിസ്കാരം തുടങ്ങി നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടിയാൽ അതിന്റെ ശേഷമുള്ള ദിക്റുകൾ കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിൽ വരുന്നത് സുന്നത്ത് നിസ്കാരങ്ങളെ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നാഥനായ